നമസ്കാരം. ഇന്ന് ഒരു സന്തോഷമുള്ള വീഡിയോ ആണ്. പഞ്ജീവിയുടെ ഈ ഒരു വീഡിയോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസം ആയിട്ടുള്ളൂ. ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് പഞ്ജീവിയുടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം കുറേ നല്ല സൗഹൃദങ്ങൾ എനിക്കിതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ ഗുണമായി കാണുന്നത്, ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഗുണമായി കാണുന്നത് കുറേ നല്ല സൗഹൃദങ്ങൾ ഇത്തരം വീഡിയോകളിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ആദ്യ വീഡിയോ മുതൽ കാണുന്ന, എന്നെ വിളിച്ച് കൃത്യമായി സംസാരിച്ച അഭിപ്രായങ്ങൾ പറയുന്ന, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരാളാണ് മുക്കത്തുള്ള അബ്ദുറഹ്മാൻ ക എന്ന് പറയുന്ന ആൾ. മൂപ്പർക്ക് EVയെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. മൂപ്പര് എൻ്റെ വീഡിയോ കണ്ടിന്യൂഷൻ വിളിച്ച് അങ്ങനെ മൂപ്പര് ഇപ്പോൾ പുതിയ പഞ്ജീവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുന്നമംഗലത്ത് മോളെടുത്ത് പോകുന്ന സമയത്തൊക്കെ എന്നോട് പറയും, മാഷേ നിങ്ങൾ ഈ വഴി വന്നില്ലല്ലോ, എനിക്ക് കുറേ കാലങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങൾ ഈ വഴി വരുമ്പോൾ ഒന്ന് എൻ്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരണ്ട് അബ്ദുറഹ്മാൻ ഇടയ്ക്ക് വരണ്ട് പോകുമ്പോൾ വരണ്ട് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഓരോ കുന്നമംഗലം വീഡിയോ ഇടുമ്പോൾ വിളിക്കും, പിറ്റേന്ന് വിളിക്കും, ആ മാഷേ നിങ്ങളെ വീഡിയോ കണ്ടു, നിങ്ങൾ ഇതിലെ പോയില്ലേ, നിങ്ങൾ വന്നില്ലല്ലോ, ഇറങ്ങി നിരന്തരം വിളിക്കും. ഇന്ന് ഞാൻ കുന്നമംഗലം പോകുന്നുണ്ട്, മോളെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്, അവളെ ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി അവളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ മൂപ്പരെ വിളിച്ചു, അബ്ദുറഹ്മാൻ ക, പിന്നെ ഇന്ന് ഞാൻ കുന്നമംഗലം പോണത് നിങ്ങളെ മുക്കം വഴി പോവാം, നമുക്കിത് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് മൂപ്പര് ലൊക്കേഷനൊക്കെ അയച്ചെന്ന്. അപ്പോൾ ആ അബ്ദുറഹ്മാൻ ഖാനെ കാണൽ കൂടെയാണ് ഇന്നത്തെ എൻ്റെ ഈ കുന്നമംഗലം യാത്രയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പിന്നെ നമ്മൾ രാവിലെ സാധാരണ ഞാൻ ദൂരം പോകണമെങ്കിൽ 100% ചാർജ് ആക്കിയിട്ട് എല്ലാ വർഷവും പോകാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം എനിക്കതിലൊരു കോൺഫിഡൻസ്, നിരന്തരം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പഞ്ജീവിയിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ടോ അതിൽ ഏകദേശം കിട്ടും എന്നൊരു ധൈര്യം ഇപ്പോൾ ഒരു 350 കിലോമീറ്റർ മിനിമം എന്തായാലും കിട്ടും. ഇനി എങ്ങനെ നമ്മൾ കയറ്റം കയറി പോയാലും 330-20 താഴേക്കൊന്നും ഒരിക്കലും റേഞ്ച് കുറയില്ല എന്നൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ പഞ്ജീവി നൽകിയിട്ടുണ്ട്. ന്യൂ പഞ്ജീവി ഫേസ് ലിഫ്റ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പോരുമ്പോൾ എന്ത് ചെയ്തില്ല, ഞാൻ ചാർജ് 100% ആക്കിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 83% ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അത് യാത്രയിലാണ്. ഇപ്പോഴും എനിക്ക് ഏകദേശം മഞ്ചേരി കഴിഞ്ഞു, ഞാൻ കാണിക്കാം. ഇതാ ഇപ്പോഴും എനിക്ക് എത്ര ഉണ്ട്, 77% ആയിട്ടുള്ളൂ. ഇനിയും എനിക്ക് 271 കിലോമീറ്റർ ഓടാം. അതിലൊരു 260 അല്ല 50ന്റെ മേലെ എന്തായാലും ഓടുമെന്ന് 100% എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ 100% ആക്കാതെ തന്നെയാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ അബ്ദുറഹ്മാൻ ക. ഞങ്ങൾ ഈ ഒരു പഞ്ജീവി വഴി പരിചയപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ ഞാൻ മൂപ്പര് വീട്ടിൽ വന്നതാണ്. ഇത് സ്ഥലം എവിടെയാണ്? ചേന്നമംഗല്ലൂർ മുക്കം മുനിസിപ്പാലിറ്റി. എങ്ങനെയുണ്ട് പഞ്ജീവി? പഞ്ജീവി നല്ല വണ്ടിയാണ്. കാരണം എനിക്കൊരു 45 വർഷത്തെ ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അതിന്റെ ആ സുഖമല്ല ഈ വണ്ടിനോട് കിട്ടിയത്. ഞാൻ ഓടിക്കാത്ത വണ്ടികളില്ല, എല്ലാ വണ്ടികളും. ഞാൻ വിദേശത്തായിരുന്നു, എല്ലാ വണ്ടികളും ഓടിച്ചാൽ എനിക്ക് ഏറ്റവും സുഖമായിട്ട് തോന്നുന്നത് ഈ വണ്ടിയാണ് ഓടിക്കാൻ. എത്ര വണ്ടികൾ? ഇപ്പം ഓട്ടം കുറവാണ്, 500 ചില്ലറ ഓടിയിട്ടേ ഉള്ളൂ. ഏതായാലും ഒരു 1500 ഞാൻ തേക്കും സർവീസിന് പോകുമ്പോൾ. ബസ് സർവീസിന് പോകുമ്പോൾ എടുത്തിട്ട് ഒരു 18 ദിവസത്തോളായി. എവിടെ? ഗോകുലം മോട്ടോഴ്സ്, കോഴിക്കോട്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണ്ട കേട്ടോ. അബ്ദുറഹ്മാൻ ക മലപ്പുറത്ത് നമ്മളെ പെരുന്തമണ്ണ ബുക്ക് ചെയ്തിരുന്നു, അതേ ഒപ്പം തന്നെ ഇവിടെ കോഴിക്കോട് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഗോകുലത്തിൽ നിന്നാണ് കിട്ടിയത്, വണ്ടി ആദ്യം കിട്ടിയത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ പഞ്ജീവി ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഈ ഗ്രൂപ്പിലാണ് ഈ പരിചയങ്ങളൊക്കെ. ആ ഗ്രൂപ്പ് ന്യൂ ഫേസ് ലിഫ്റ്റിൻ്റെ മാത്രം ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ കുറേ ആളുകൾക്ക് ഇപ്പോൾ അബ്ദുറഹ്മാൻ ക വഴി ഗോകുലത്ത് വണ്ടി എടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു വണ്ടി ഡെലിവറി അല്ലേ നടന്നു. അപ്പോൾ പിന്നെ ഈ ഭാഗത്തുള്ളവരൊക്കെ വേണമെങ്കിൽ അബ്ദുറഹ്മാൻ ക കണ്ട് ഒന്ന് വിളിച്ചോണ്ട് ചിലപ്പോൾ നമുക്ക് റെക്കമെൻഡിൽ ചിലപ്പോൾ വണ്ടി കുറച്ച് വേഗം കിട്ടാൻ സാധ്യത ഉണ്ട്. ഗോകുലത്തിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ അവർക്ക് അത്യാവശ്യം നല്ല വണ്ടി വരുന്നുണ്ടോ അല്ലേ? ഗോകുലത്തിൽ വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ഈ കളർ സെലക്ട് ചെയ്യാൻ കാരണം മക്കൾ സെലക്ട് ചെയ്ത എനിക്ക് റെഡോട്ടൊക്കെ താല്പര്യം ഉണ്ടായിട്ടല്ലേ? മക്കള് ആദ്യം വൈറ്റ് പറഞ്ഞു, പിന്നെ അവർ മാറ്റി പറഞ്ഞു ഗ്രേ ആണെന്ന്. അപ്പൊ നമ്മളെ യൂട്യൂബ് വഴി സൗഹൃദം വന്ന് ഒരു വണ്ടി എടുത്ത് ഇപ്പൊ ഞങ്ങൾ നേരിട്ട് കണ്ട് കുറെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പറയും, മാസത്തിൽ വന്നില്ല പരാതി പറയും. പരാതി തീർത്ത് സമയം ഉണ്ടാക്കി വന്നതാണ്. പിന്നെ നിങ്ങള് മക്കളൊക്കെ? മക്കള് 4 മക്കളാണ്. അതിന് 3 മക്കളും പുറത്താണ്. 4 മോനും ഇവിടെ ഉണ്ട്. 4 ആൺമക്കളാണ്. ശരി. പുറത്തെവിടെ? പുറത്ത് ഒരാൾ ഖത്തറില്, ഒരാൾ UAE, ഒരാൾ ഷിപ്പിൽ എഞ്ചിനീയറാണ്. ശരി. അപ്പോ ഞങ്ങളിന്ന് ഒന്ന് പരസ്പരം കണ്ടുമുട്ടിയതാണ്. ഇനി ഇതുപോലെ ഇങ്ങനെ പോണ വഴിയിലുള്ള ഞങ്ങളെ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് കാണണം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് കൂടണം. ഇപ്പം കുറച്ചും കൂടെ വണ്ടി വരാണ്ട്. ഞങ്ങള് ബുക്ക് ചെയ്ത് കുറേ ആൾക്കാർ കിട്ടാത്തവരുണ്ട്. നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു അഫ്താബ്, ഡോക്ടർ അഫ്താബ് ബത്തേരിയാണ്, കൊണ്ടോട്ടിക്കാരനാണ്. അയാളും വണ്ടി എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു. ഫസ്റ്റില് വണ്ടി എടുത്ത് നേരെ വയനാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ ഫോട്ടോ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ പരസ്പരം ഞങ്ങളൊരു പിന്നെ
കൂട്ടായ്മ ആയി വരുന്നുണ്ട്. അത് ഇനി ഒരു ഒത്തുചേരലുണ്ട്. അതെ, ന്യൂ പഞ്ചീവി കേട്ടോ. ന്യൂ പഞ്ചീവി ഒത്തുകൂടല് മലപ്പുറത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് മറ്റു ഭാഗങ്ങളിൽ. അപ്പം എല്ലാവരും ഗ്രൂപ്പുള്ളവർ എല്ലാവരും അന്നത്തെ ദിവസം പങ്കെടുക്കണം പരിപാടി. ഇനി ഈ പഞ്ചീവിടുത്തെ ആളുകൾക്ക് ആർക്കെങ്കിലും ഞങ്ങളെ കൂടെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമ്പറിൻ്റെ ചാനലുണ്ട്, മെസ്സേജ് ചെയ്യുക, ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു വിഷയം വന്നിരുന്നു ഒരു ആൾക്ക്. അത് അത്രമാക്കി ഇടപെട്ടിട്ട് ആ വിഷയം പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിയൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സംശയങ്ങളുണ്ടാവും. അപ്പം നമുക്ക് തന്നെ അറിയില്ലല്ലോ, വണ്ടി ഒരു സ്വിച്ച് ആ ബട്ടൺ അമർത്തൽ എങ്ങനെ, ഇതെങ്ങനെ വരിക, അതെങ്ങനെ, ഇതൊക്കെ നമ്മൾ ഈ ഇങ്ങനെ കമ്പനിക്കാരെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഉടൻ അടിയതിന് മറുപടിയാണ്. പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു ഒത്തുകൂടലാണ്. അപ്പൊ അതൊന്ന് നിങ്ങളെ കാണിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 45 വർഷത്തെ ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇതിന് എക്സ്പീരിയൻസ് ഇല്ല. അതെ, എനിക്കറിയില്ലായിരുന്നു ഹാൻഡ് ബ്രേക്ക് വീണു പോകുന്നുള്ളത്. അങ്ങനെ ഇത് വണ്ടി അനങ്ങില്ല. അപ്പൊ ഞാൻ ഒരാളെ വിളിച്ച്, ഗ്രൂപ്പുള്ള ഒരാള് പറഞ്ഞു തന്നിട്ടാ. കാരണം ഡ്രൈവറായിട്ട് കാര്യമില്ല, ഞാനൊന്നും ഒരു ഡ്രൈവർ അല്ല. ഡ്രൈവർ ഒരിക്കലും ആവില്ല, മാസ്റ്റർ ഒരിക്കലും ആവില്ല, എഞ്ചിനീയർ ഒരിക്കലും ആവില്ല. അത് നമ്മള് മുഴുവനാവില്ല. അത് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞല്ലേ, ഞാൻ ഇപ്പോഴും ഒരു എഞ്ചിനീയർ അല്ല. അത് തന്നെയാണ് അതിന്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയും ഡ്രൈവർ ആയാലും മാസ്റ്റർ ആയാലും എഞ്ചിനീയർ ആയാലും എല്ലാവരും പഠിക്കുകയാണ്. അപ്പൊ നമ്മള് പുതിയ EV പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, EV കുറിച്ച്. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അദ്രാമാക്കത് കളിച്ചിട്ടൊന്നല്ല കേട്ടോ, മൂപ്പര് എല്ലാ സാധനമേ ഫിറ്റിങ്സ് ഒക്കെ വാങ്ങി വെച്ചേക്കണു. ഇങ്ങനെ ഒരു സ്റ്റോറേജ് പ്ലേസ് വേണമെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കാം ഫ്രണ്ടിൽ. ഓക്കെ, ഇപ്പം ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. മുക്കം പോയി അദ്രാമാക്കനെ കണ്ട് കുന്നമംഗലം പോയിട്ട് മോളെടുത്ത് കൊടുന്ന് മലപ്പുറത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ വീട്ടിലെത്തി. 193 കിലോമീറ്ററാണ് ഇപ്പോൾ കഴിഞ്ഞ ചാർജിന് ശേഷം, ഇന്നലെ ചാർജ് ചെയ്തതിന് ശേഷം ഓടിയത്. 180 ബാക്കിയുണ്ട്. 45% 180 കിലോമീറ്റർ ബാക്കിയുണ്ട്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഇത് ധൈര്യത്തിൽ പോവാം. കാരണം എന്താ, ആ റേഞ്ച് കാണിക്കുന്നതിൽ ഒരു 10-20 കിലോമീറ്റർ മാറ്റം മാക്സിമം വരുള്ളൂ. അപ്പോൾ അതിൽ ആ ഒരു ധൈര്യമാണ് ഇപ്പോൾ സത്യത്തിൽ എവിടേക്ക് പോകാനും പഞ്ചെടുത്ത് പോകാനുള്ളൊരു ധൈര്യം. ഈ ഫേസ് ലിഫ്റ്റിന് നമ്മൾ പഞ്ച് ചതിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് മനസ്സിലുണ്ട്. ആ ഒരു 320 അല്ലെങ്കിൽ 350 റേഞ്ച് എന്തായാലും കിട്ടും എന്നുള്ളതിനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതുവരെ കുറഞ്ഞിട്ടില്ല കേട്ടോ, ഇന്ന് വരെ എനിക്ക് അതിൽ കുറവ് വന്നിട്ടില്ല, കാര്യമായ പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ധൈര്യത്തിലെടുത്ത് പോകുന്നത്. ഇപ്പം ഇന്നിപ്പോൾ 45% ബാക്കിയുള്ളത്. EV ചില ആളുകൾ പറയുന്നത് ചിലപ്പോൾ റേഞ്ച് കുറവ് പലതിലും വരുന്നുണ്ട്. 5EV പഴയ മോഡലിലാവാനേ സാധ്യതയുള്ളൂ. എനിക്ക് പുതിയ മോഡൽ അങ്ങനെ യാതൊരു പ്രശ്നം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഇത്രയും റൺ ചെയ്തിട്ടും എനിക്ക് റേഞ്ചിലൊരു റേഞ്ച് ഷോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ബൈ.